സിനഡാന്തര സർക്കുലറുകൾ സീറോ മലബാറിന് പകരം എറണാകുളം രൂപതയുടെ ലെറ്റർ ഹെഡിൽ മാത്രമായി ചുരുക്കിയത് മറ്റൊരു കുതന്ത്രത്തിന്റെ ഭാഗമാണോ എന്നതിൽ സംശയമില്ലാതില്ല. മറ്റു രൂപതകളിൽ നിന്ന് ഉയർന്നു വന്ന നീതിക്ക് വേണ്ടിയുള്ള സ്വരം കഴിച്ചിട്ടിറക്കാനും വയ്യ, തുപ്പാനും പറ്റാതെ സിനഡിനെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റുപറ്റാറില്ല. തെറ്റുകൾ മാത്രം സംഭവിക്കുന്ന സിനഡിന് ഇനിയും വിജയിക്കാനാകാത്ത ധാരാളം സർക്കുലറുകൾ തയ്യാറാക്കേണ്ടി വരും. എറണാകുളം രൂപതയ്ക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയധികം സർക്കുലറുകൾ ഇറക്കിയെന്ന് ആർക്കും എണ്ണാൻ കഴിയില്ല. കൽദായ കോട്ടകളുടെ തകർച്ച എറണാകുളത്ത് നിന്ന് തുടങ്ങി മറ്റു രൂപതകളിലേക്കും വ്യാപിക്കും. കൽദായ രൂപയുടെ അധികാരത്തിന്മേൽ അന്തിമ വിജയം നേടാൻ ക്രിസ്തുവിന്റെ സഭയ്ക്ക് കഴിയണം. സിനഡൽ സംവിധാനവും സസ്പെൻഡ് ചെയ്ത് പകരം മാർപ്പാപ്പ പ്രത്യേക അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററിലൂടെ സുറിയാനി മലബാർ സഭയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കണം. എന്നിട്ട് വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാക്കി പൊതുസമൂഹത്തിൽ സഭയ്ക്ക് അപമാനത്തിന് ഇടയാക്കിയ 5 മെത്രാന്മാരെയും ഫ്രീമേസൺ ആശയക്കാരും ഭാരത പൂജക്കാരുമായ എറണാകുളം വിമതരെയും വലിയ മഹ്റോൻ ശിക്ഷയിൽ ഉൾപ്പെടുത്തി പുറത്താക്കണം. അടുത്ത 10-20 കൊല്ലം സുറിയാനി മലബാർ സഭയെ മാർപ്പാപ്പ നേരിട്ട് ഭരിക്കുന്നതാണ് നല്ലത്. പരിശുദ്ധ കുർബാനയെക്കാളും വലുതല്ല സ്വയം ഭരണാവകാശവും പാത്രിയാർക്കൽ പദവിയുമൊക്കെ എന്നതും ഒരു സത്യമാണ്.